ശരീരത്തെ കീഴ്പ്പെടുത്താതെ ആർക്കും ആത്മാവിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന വചനം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് മാസാദ്യ വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലായിരുന്നുകൊണ്ട് ഈ കത്തീഡ്രൽ പള്ളിയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ കൂട്ടായ്മയിലും കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ നന്മയെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ചെറിയ ആമുഖം പറഞ്ഞിട്ട് നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ഈ കത്തീഡ്രൽ പള്ളിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്രകാരം സംസാരിക്കുവാനുള്ള ഒരായുസ് എനിക്കുണ്ട് എന്ന് ഞാൻ ഒരിക്കലും കരുതിയ ഒരു വ്യക്തിയല്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാൻ മെഡ്ജിഗോരി എന്ന് പറയുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒന്ന് പോകുവാനിട വന്നു. അത്യാവശ്യം ഒരു ചെറിയ മലയാണ്. ആ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു തലകറക്കം പോലെ തോന്നി. നന്നായി വിയർത്തു. അവിടുത്തെ തണുപ്പ് രാജ്യമായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സിംഗ് പ്രൊഫഷൻ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്നെ കയ്യെ കയറി ചാടി പിടിച്ചു. എന്നിട്ട് എന്നെ അടുത്തുള്ള അത്യാവശ്യം വലുപ്പമുള്ളൊരു കല്ലിനെ കൊണ്ട് ഇരുത്തി. എന്നിട്ട് എൻ്റെ ഈ 2-3 ഷർട്ടും കോട്ടൊക്കെ ഇട്ടിരിക്കുന്നതാണ്, അതെല്ലാം പതുക്കെ പതുക്കെ പുള്ളിക്കാരത്തെ അഴിച്ചിട്ട് പുള്ളിയുടെ ഷാള് കണ്ട് എന്നെ ഇങ്ങനെ വീശു വഹിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അതിലെ വന്ന ഒരു ജർമ്മൻകാരി ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കയ്യിൽ കരുതിയിരുന്ന വെള്ളം എൻ്റെ തലയിലും എൻ്റെ കുടിക്കാനൊക്കെ തന്ന തലയിലേക്ക് ഒഴിച്ച് ആ സ്ത്രീ അങ്ങ് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് ഞാൻ പിന്നെ മുന്നോട്ട് പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഈ നേഴ്സ് എൻ്റെ ചെവി വന്ന് പറഞ്ഞു, അച്ഛാ അത്യാവശ്യം നല്ല ഒരറ്റാക്കായിരുന്നു കേട്ടോ, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ ഞാൻ കളത്തൂർ പള്ളി വിചാരിച്ചതാണ്. അവിടെ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ അസ്വസ്ഥത കാണിച്ചുകൊണ്ട് ഞാൻ ഒരു ചെക്കപ്പിനായിട്ട് പോയപ്പോൾ ഇവിടെ ഈ മെഡിസിറ്റിയിൽ ഡോക്ടർ മുട്ടിയേറെ വരുന്നുണ്ട്, കാർഡിയോളജിസ്റ്റ്. അദ്ദേഹം ഒരു 5 ഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് അത് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു ഒരു ബൈപ്പാസ് സർജറി ഒരു മസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു 2-3 മാസം കഴിയുമ്പോൾ ഞാൻ ബൈപ്പാസിന് വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, അച്ഛൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്, വളരെ ക്രിട്ടിക്കലാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, വരുന്ന ചൊവ്വാഴ്ച ഓപ്പറേഷൻ നടത്താൻ അത്രയേ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ച ബൈപ്പാസ് ചെയ്തു. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആ മല കയറിയപ്പോൾ അവിടെ വെച്ച് ഈ ജീവിതം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അവിടുന്ന് മാതാവ് കുറച്ച് നാളിലൂടെ ജീവിച്ചിരിക്കട്ടെ എന്ന് ഈശോയോട് പറഞ്ഞു. അങ്ങനെ ഒരു ജന്മം കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായി സാധിക്കുന്നത് എന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൻ്റെ അവസാനത്തെ വാചകം ഇതാണ്, നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെയോ ഒന്നും ബാക്കിയല്ല നമ്മുടെ ജീവിതം ഇപ്പോഴും നിലനിൽക്കുന്നത്. കർത്താവായ ഈശോ
എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് ചിട്ടപ്പെടുത്തുന്നു. അതിനാൽ ആയുസ്സിനെ പറ്റിയോ നാളെയെ പറ്റിയോ ഉള്ള ഓരോ ആകുലതയ്ക്കും ഉത്കണ്ഠയ്ക്കും യാതൊരു അർത്ഥവുമില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ആയുസ് നൽകുന്നതും ആരോഗ്യം നൽകുന്നതും കർത്താവായ ഈശോയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയുടെ കീഴിൽ വിനയപ്പെടുവാനും എളിമപ്പെടുവാനും ആശ്രയിക്കുവാനും തയ്യാറായാൽ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ എൻ്റെ മിടുക്ക് കൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വചനം ഒന്ന് ശ്രദ്ധാപൂർവം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഈ അവസരത്തിൽ ഈ വചനം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്നു അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യമാണ്. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 ദേനാരം നൽകുവാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്ന് വിട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നത് വരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലയോ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇതുപോലെ നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. എന്താണ് ഈ ദൈവത്തിൻ്റെ കരുണ എന്ന് വെച്ചാൽ? ചുറ്റുപാടുകളെ നോക്കിയും കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ മുഖത്ത് നോക്കിയും പ്രകൃതിയെ നോക്കിയും ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വായിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകളിലെ ഓരോ മേഖലകളെയും തിരിച്ചറിഞ്ഞും പ്രകൃതിയുടെ മനോഹാരിതയുടെ പിറകിലത്തെ ദൈവത്തിൻ്റെ പരിപാലനയുടെ അദൃശ്യകരങ്ങൾ മനസ്സിലാക്കിയും
കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ മനോഭാവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള വിവേകം സ്വന്തമാക്കിയും ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം നമ്മിൽ നിന്നും നഷ്ടമാകും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പഠിക്കുക, എന്തായി സംഭവം. ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുന്നത് അബ്രാഹത്തിലൂടെയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആദ്യം അതിലേക്കുള്ള ഒരു ചൂണ്ടുവിലക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് അബ്രാഹത്തെ തിരഞ്ഞെടുത്തത്? മതങ്ങളുടെ എല്ലാം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും പഴക്കമുള്ള മതം ഹിന്ദു മതമാണ്. ഭയപ്പാടിൽ നിന്നും പേടിയിൽ നിന്നും രൂപപ്പെട്ടതാണ്. തനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെയെല്ലാം ദൈവങ്ങളായി ആരാധിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യനിലേക്ക് വന്നു. മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ എല്ലാം മുമ്പിൽ കൈകൂപ്പുന്ന ഒരു പ്രകൃതവും ഒരു പേടിയും ഭയപ്പാടും മനുഷ്യന് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കരുണ തോന്നിയ ദൈവം സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പിതാവായ അബ്രാഹം. പ്രൈസ് ദി ലോർഡ്. ആ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കുക. അബ്രാഹത്തെ വെറുതെ തിരഞ്ഞെടുത്തതല്ല. ഭയപ്പാടിൻ്റെ നടുവിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് യഥാർത്ഥ ദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ട വ്യക്തികളുടെ തുടക്കമാണ് അബ്രാഹത്തിലൂടെ നമ്മൾ കാണുന്നത്. വെറുതെ ഒരു ദിവസം അബ്രാഹത്തെ വിളിക്കുകയല്ല ചെയ്തത്. 3 മാലാഖമാരുടെ രൂപത്തിൽ ത്രിത്യേക ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെടുകയും അവനോട് പറയുന്നു, 75 വയസ്സായ ആ മനുഷ്യനോട് പറയുന്നു, നിനക്കൊരു പുത്രൻ ജനിക്കുമെന്നും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 76 77 78 വെറുതെ ഇരുന്ന മനുഷ്യനാണ് അബ്രാഹം. അവന് ഒരു കുഞ്ഞിനെപ്പറ്റി ചിന്ത നഷ്ടപ്പെട്ടു പോയ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം ഒരു ഉണർവ് കൊടുക്കുന്നത്, അവനൊരു വാഗ്ദാനം നൽകുന്നത്. ഈ അവസരത്തിൽ അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. 76 77 78 ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അബ്രാഹം അത് മറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 100-ാം വയസ്സിലാണ് നമ്മൾ വചനത്തിൽ പഠിക്കുന്നു അദ്ദേഹം അബ്രാഹം ഒരു അപ്പനാകുന്നത്. 25 വർഷക്കാലത്തെ ഒരു പരിശീലനം ദൈവം പിതാവാകാൻ അല്ലെങ്കിൽ നാം തിരഞ്ഞെടുത്ത ജനതയുടെ വല്യപ്പനാകാൻ പദ്ധതിയിട്ട മനുഷ്യനിൽ നിന്നും ദൈവം പ്രതീക്ഷിച്ചു. ഒരു വലിയ അവസ്ഥ ദൈവം കൊടുത്തത് വളരെ ബോധപൂർവമാണ്. മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ട ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ കാലതാമസവും ദൈവം നടത്തുന്ന ഈ പരിപാലനയും ദർശിക്കാൻ പറ്റണം. വീണ്ടും തീർന്നില്ല. ആ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെയും അബ്രാഹം വിജയിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ആ വ്യക്തിയിലൂടെ ഒരു ജനതയെ പിന്നെ വളർത്തിക്കൊണ്ടു വരുന്നതാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം മനസ്സിലാക്കുവാൻ നമ്മൾ മറന്നു പോകരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആശങ്കയിൽ നിന്നും ഭയപ്പാടിൽ നിന്നും വിടുതൽ നേടിയെടുത്ത ഒരു ജനതയെ വളർത്തിയെടുത്ത് സത്യദൈവമായ ദൈവത്തെ മാത്രം ആരാധിച്ചും സ്തുതിച്ചും മനുഷ്യൻ സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം പദ്ധതിയിട്ടു. അതാണ് അബ്രാഹത്തിലൂടെ ഒരു ജനതയെ വളർത്തിയെടുത്തുകൊണ്ട് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന കരുണയുടെ മുഖം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, വീണ്ടും ഈജിപ്തിലേക്ക് യോസഫ് വഴിക്ക് പോകുന്ന ജനത വലിയ അടിമത്തത്തിലൂടെ നൊമ്പരത്തിലൂടെ കടന്നുപോയ അവസരത്തിൽ ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ മരുഭൂമിയിലൂടെ നടത്തി ദൈവം അവർക്ക് കാനാൻ ദേശം കൊടുക്കുന്നതിന് മുമ്പ് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ എങ്കിലും അവിടെയെല്ലാം
ആ യാത്രയിൽ വിശ്വാസപൂർവ്വം ദൈവത്തെ സമീപിച്ചവർക്കെല്ലാം അവിടുത്തെ കരുണയുടെ മുഖം തിരിച്ചറിയുവാൻ സാധിച്ചു. അത് മേഘമായും രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ടുമെല്ലാം ദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭക്ഷണത്തിന് ഭക്ഷണം, വെള്ളത്തിന് വെള്ളമെല്ലാം കൊടുത്തു ദൈവം പരിപാലിച്ചു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കുക. മരുഭൂമിയിലൂടെ അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലായിരുന്നു. മരുഭൂമി യാത്രയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഒന്നിൻ്റെയും കുറവില്ലാതെ കണ്ട് ദൈവം അവരെ പരിപാലിച്ചതാണ് ബൈബിളിലെ ഇസ്രായേലിൻ്റെ ചരിത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം. നിയമാവർത്തന പുസ്തകം ആരുടെയും കൈ ബൈബിളുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിയമാവർത്തന പുസ്തകം 29:5 വായിക്കാവോ? ആരുടെയും കൈ ബൈബിളുണ്ടെങ്കിൽ ഒരു ബൈബിളൊന്നും സമയം പോകുന്നു, കിട്ടാൻ എടുക്കാവോ? 29:5. നിങ്ങളുടെ ഒന്നുകൂടെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അപ്പമോ പാനം ചെയ്യുവാൻ വീഞ്ഞോ മറ്റു ലഹരിപദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു പ്രത്യേകത ഇതാണ്. നമ്മളാരും ചിന്തിച്ചില്ല. ഓർത്ത് നോക്കി, 40 വർഷങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയേ. 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന ഒരു ജനതയ്ക്ക് അവരെവിടെ പോയാണ് വസ്ത്രം വാങ്ങിയത്? മരുഭൂമിയിലൂടെ നടന്ന അവർക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റാത്ത അവർ എവിടെ പോയാണ് ചെരുപ്പ് വാങ്ങിയത്? അപ്പോൾ തെയ്യാത്ത ചെരുപ്പും പഴകിപ്പോകാത്ത വസ്ത്രവും നൽകി ദൈവം സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് മനസ്സിലാക്കാൻ പഠിക്കുക. ഈ 40 വർഷങ്ങളും നിങ്ങൾ മരുഭൂമിയിലൂടെ നടന്ന അവസരത്തിൽ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോകുകയോ വസ്ത്രം പഴകിപ്പോകുകയോ ചെയ്തില്ല. അത്രമാത്രം ശ്രദ്ധാലുവായി ആ ജനതയെ ദൈവം വളർത്തിയതിൻ്റെ പിറകിലുള്ള ദൈവത്തിൻ്റെ പരിപാലനം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് ഇന്ന് ദൈവം എല്ലാം പരിപാലിക്കുന്നത്. നിങ്ങളുടെ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കിക്കേ. എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരേ ഷേപ്പേ കടന്നു വരികയുള്ളൂ. ആണോന്ന് ആലോചിച്ച് നോക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തിന് പകരം മറ്റൊരു മുഖമില്ല എന്നതുകൊണ്ട് തന്നെ. കേരളത്തെ ഭരിച്ച അടുത്ത കാലത്ത് കടന്നുപോയി വലിയ ഒരു സംസ്കാര കാര്യങ്ങളൊക്കെ നടത്തിയ ആളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെപ്പറ്റി പറയുമ്പോഴും ആ ഫോട്ടോ കണ്ടിട്ടുള്ളവരും അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ളവരും ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ആ മുഖമേ മനസ്സിലോട്ട് വരികയുള്ളൂ. ഈ ലോകത്ത് എന്തുമാത്രം ജനങ്ങളുണ്ട് ചിന്തിക്കാമെങ്കിൽ ചിന്തിച്ച് നോക്കുക. ഒരാളിൽ നിന്ന് വ്യത്യസ്തരായ രീതിയിൽ ദൈവം ക്രമീകരിക്കുന്ന ഈ പദ്ധതി എത്രയോ അത്ഭുതകരമാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തതിൻ്റെ അടയാളം നിങ്ങളുടെ എല്ലാം നഖത്തിലുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ അവസാന ഭാഗമെങ്കിലും കാണും. അന്ന് വരട്ടിയതുപോലെയല്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത് കാണുന്നത്. കാരണം ഇപ്പം അല്പമേ ഉള്ളൂ. അതിൻ്റെ അടയാളം നഖം വളരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ശരീരത്തെ തന്നെ നമ്മളറിയാതെ കൊണ്ട് തന്നെ ഒരു മെയിൻ്റനൻസ് പ്രക്രിയ ഉള്ളിലും പുറത്തുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കാതെ കണ്ട് നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ശോചനീയാവസ്ഥ. പഴകി പോകാത്ത വസ്ത്രം നൽകിയും
തേയാത്ത ചെരുപ്പ് നൽകിയും അത്രമാത്രം ഓരോ വ്യക്തിയെയും പറ്റിയും ശ്രദ്ധയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ആഴവും സ്നേഹവും പരപ്പുമെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ് എല്ലാ മേഖലയിലും. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? നമ്മൾ പുറമേ ചെടികൾ നട്ട് വളർത്താറുണ്ട്. അതെപ്പോഴാണ് ആ ഇലകൾ വളരുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാം അത് വളരുന്നുണ്ട് എന്ന്. ഒരു പൂവ് എപ്പോഴാണ് വിടരുന്നതെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അത് വിടരുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ നമ്മുടെ ദൃഷ്ടിക്ക് മനസ്സിലാക്കാത്ത ഭാഷയിൽ ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ആ കരുണയുടെ മുഖം മനസ്സിൽ നിന്നും മാഞ്ഞു കഴിയുമ്പോൾ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടതായി മാറും. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ദൈവത്തിൻ്റെ നീതി എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിൻ്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം ഇവിടെ ചെലവഴിക്കാൻ പോകുന്നത്. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ എന്ന് വെച്ചാൽ നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ്, നിൻ്റെ വളർച്ചയുടെ ഓരോ മേഖലയിലും ഞാൻ യഥാസമയം ഇടപെട്ട് ഈ നിലയിൽ എത്തിച്ചു. എൻ്റെ കരുണ കൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നീ വിസ്മരിച്ച് നീ ആ കരുണയുടെ മുഖം മനസ്സിലാക്കാതെ കണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവനോട് നീ കാണിക്കുന്ന ക്രൂരത നിൻ്റെ ജീവിതത്തെയും തകർക്കുമെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാൻ അതിനൊരു കൃത്യമായൊരു ഉദാഹരണം ഇവിടെ നിങ്ങളോട് പറയാം, ഒന്ന് കേട്ടിരിക്കുക. ദൈവത്തിൻ്റെ നീതി എന്ന് വെച്ചാൽ എന്താണ്? ദൈവം നീതിപൂർവ്വം പെരുമാറുന്നതിൻ്റെ അടയാളം എന്താണ്? പത്തനംതിട്ട ജില്ലക്കാരനായ 42 വർഷങ്ങൾ അമേരിക്കയിൽ ജോലി ചെയ്ത ഒരു മനുഷ്യൻ ഇപ്പോൾ ഇല്ല, എൻ്റെ അടുത്ത് വരുമ്പോൾ 82 വയസ്സ് പ്രായമുണ്ട്. ഈ വ്യക്തി എൻ്റെ അടുത്ത് വരാനുള്ള കാരണം ഇതാണ്, നമ്മുടെ ചിന്താവിഷയം ഇതാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കാത്തവർക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ വലിയ കുറ്റക്കാരാകും എന്ന യാഥാർത്ഥ്യം മനസ്സിൽ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, 82 വയസ്സ് പ്രായമായ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നതിൻ്റെ ലക്ഷ്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. 3 കുട്ടികൾ ആ ജീവിതത്തിലുണ്ട്. രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ഏതാനും വർഷങ്ങൾ അവളോടൊപ്പം ജീവിച്ചു. ഇവർ തമ്മിൽ അത്യാവശ്യം പ്രായവ്യത്യാസവുമുണ്ട്. ഈ രണ്ടാമത് കഴിച്ച ഭാര്യയുടെ വീട് ഞാൻ അന്ന് വികാരിയായിരുന്ന ഇടവകക്കാരിയാണ്. ഇവർ തമ്മിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേരും അമേരിക്കയിൽ നിന്ന് മാനസികമായി തെറ്റി അവിടെ നിന്ന് പോന്നു. ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്നു. ഈ സഹോദരി പാലാ രൂപതയിലെ ഒരു ഇടവകയിലും താമസിക്കുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടെങ്ങും ധാരണയിലാകുന്നില്ല. ഇവരുടെ ഡിമാൻഡ് ഇതാണ്: ഞാൻ വർഷങ്ങൾ അമേരിക്കയിൽ നേഴ്സായി ജോലി ചെയ്തു. എൻ്റെ ശമ്പളം മുഴുവനും ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ടാണ് പണം പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു തുക എൻ്റെ പേരിലുള്ള ഞാൻ സമ്പാദിച്ചത് ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എനിക്ക് ആ തുകയൊന്ന് തിരിച്ചു കിട്ടിയേച്ചാൽ മതി എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ വാദം. പറഞ്ഞു നോക്കി, ഈ മനുഷ്യൻ അടുക്കുന്നില്ല. നിയമത്തിൻ്റെ വഴിയെ ഇവള് പോയപ്പോൾ അദ്ദേഹത്തിന് അല്പം ഒരു അങ്കലാപ്പായി. അതുകൊണ്ട് ഇടവക വികാരി എന്ന നിലയിൽ ഈ മനുഷ്യൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അച്ഛനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. അങ്ങനെ വന്ന് ഈ കാര്യമൊക്കെ അവതരിപ്പിച്ചു. 35 ലക്ഷം രൂപയാണ് ഈ സ്ത്രീ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ കൊടുക്കാൻ തയ്യാറാകുന്നത് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാം എന്നാണ് ഈ മനുഷ്യൻ്റെ മറുപടിയും. എങ്ങും എത്തുകയില്ല.
ഞാൻ കുറേ നേരം ഈ മനുഷ്യനോട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, അല്പം കൂടെ കരുണ കാണിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും ഈ വ്യക്തിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് പറയേണ്ടതായിട്ട് വന്നു. നിൻ്റെ കൂടെ ഏതായാലും ഇത്രയും വർഷങ്ങൾ കൂടെ കടന്ന ഒരു കഥാപാത്രമല്ലയോ ഇപ്പോൾ ഈ തുകയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അല്പം കൂടി മനുഷ്യത്വത്തോടുകൂടി ഇടപെടണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ വ്യക്തി അതെല്ലാം കേട്ടു. അപ്പോൾ മണി ഒരു വെള്ളിയാഴ്ചയായിരുന്നു, ഉച്ച കഴിഞ്ഞ് 1:15. അപ്പോൾ ഞാൻ ഉടനെ ഈ വ്യക്തിയോട് പറഞ്ഞു, 1:15, അതിനാൽ നിങ്ങൾ പുറത്തു പോയി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച ശേഷം തിരിച്ചു വരിക, നമുക്ക് ബാക്കി പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആ കൂട്ടത്തിൽ ചേർപ്പങ്ക സ്വദേശിയായ അപ്പച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ഈ വ്യക്തിയുടെ കൂടെയുണ്ട് സഹായത്തിന്. അങ്ങനെ ഇവർ രണ്ടുപേരുടെ എൻ്റെ മുറിയിൽ നിന്ന് പോയി. ഒരു 2 മണി ആറായപ്പോൾ തിരിച്ചു വന്ന അവസരത്തിൽ ഞാൻ ഇവരോട് ചോദിച്ചു, എന്ത് കിട്ടി ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനും ചോദിച്ചപ്പോൾ തന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കടയിൽ ഈ 4 ബണ്ണ് പാക്ക് ചെയ്ത് എന്തോ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു, ഒരു പാക്കറ്റായിട്ട്. ഉടനെ ഈ മനുഷ്യൻ ആ കടക്കാരനോട് ചോദിച്ചു, അതിനകത്ത് 2 ബണ്ണ് മാത്രമായിട്ട് തരുമോ എന്ന് ചോദിച്ചു. ഉടനെ കടക്കാരൻ പറഞ്ഞു, 4 ഒരു പാക്കറ്റാണ്, 4 കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന അപ്പച്ചെന്ന കഥാപാത്രം പറഞ്ഞു, 2 ഞാൻ എടുത്തോളാം, 4 ഞാൻ വാങ്ങിച്ചോളാം പറഞ്ഞു. അങ്ങനെ 4 പാക്കറ്റ് വാങ്ങിച്ചു. ആ കടയിൽ നിന്ന് തന്നെ 2 നാരങ്ങാ വെള്ളം വാങ്ങിച്ചു. ഇവർ നാരങ്ങാ വെള്ളവും ഈ റൊട്ടിയുടെ അവിടെ നിന്ന് കഴിച്ചു. അപ്പോഴാണ് അടുത്ത് ഒരു ചായക്കടക്കാരൻ ആ കടയുടെ വാതിൽ തുറക്കുന്നത് കണ്ടത്. ഉടനെ അവിടെ ചെന്ന് ഈ കടക്കാരനോട് പറഞ്ഞു, 1 കട്ടൻ കാപ്പിയും 2 ഗ്ലാസും തന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന അപ്പച്ചൻ ചോദിച്ചു, ഈ 1 കട്ടൻ കാപ്പിയുടെ കണക്ക് എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ്റെ മറുപടി ഇതാണ്, അല്പം മുമ്പല്ലേ നാരങ്ങാ വെള്ളം കുടിച്ചത്, അതുകൊണ്ട് 1 കട്ടൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയും പിന്നെ 2 കട്ടനെ കൊണ്ടുവന്നു. അങ്ങനെ അതെല്ലാം കുടിച്ചു. നിങ്ങളോട് ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയതാണ്. ഈ മനുഷ്യൻ മുറിയിൽ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു, താങ്കൾക്കിപ്പോൾ എന്തുമാത്രം ആസ്തി കാണുമെന്ന് ചോദിച്ചു. അപ്പം അവിടെയുള്ള കെട്ടിടങ്ങളുടെ എല്ലാം കൂടെ കാര്യം പറഞ്ഞ ശേഷം ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ മറുപടി, ഒരു 8-10 കോടി രൂപയുടെ ആസ്തി കാണുമായിരിക്കും എന്ന് പറഞ്ഞു. 8-10 കോടി എന്ന് അങ്ങേര് റൗണ്ട് ഫിഗർ പറഞ്ഞതാണ്. അപ്പോൾ അതിലും കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. 8-10 കോടി രൂപയുടെ ആസ്തി ഉണ്ടാകുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി മക്കളെ പറ്റി ഒന്ന് പറയാൻ പറഞ്ഞു. 3 ആമക്കളുണ്ട്, 3 പേരും അമേരിക്കയിലാണ്. അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചു. ക്രിസ്മസിന് ഞാൻ 2-3 പ്രാവശ്യം മെസ്സേജ് വിട്ടാൽ 1 പ്രാവശ്യം മറുപടി കിട്ടിയെങ്കിലായി, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അത് കൂടുതൽ ബന്ധമൊന്നും മക്കളും ആരുമായിട്ടും ഇല്ല എന്ന കാര്യം ഇദ്ദേഹം തന്നെ സമ്മതിച്ചു. ഈ ലോകത്തിൻ്റെ ദേവൻ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനം കേൾക്കുക. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കേട്ടിരുന്നേ ഒന്നുകൂടെ നിങ്ങൾ. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എന്താണ് ഈ അന്ധത എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ മനുഷ്യൻ ഞാൻ എന്തിനാണ് ഇത്രയും തുക ആസ്തിയുള്ള ഞാൻ എന്തിനാണ് ഈ ദാരിദ്ര്യം കാണിക്കുന്നത്? സ്വന്തം കാര്യത്തിന് വേണ്ടി പോലും ഇത്രമാത്രം പിശുക്ക് കാണിച്ചിട്ട് എന്ത് നേടാനാണ്? അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്ന ഈ വ്യക്തി പുറത്തോട്ട് പോയ അവസരത്തിൽ ഈ അപ്പച്ചൻ എന്ന കഥാപാത്രത്തോട് ഞാൻ ചോദിച്ചു,
ഇതെന്നാ ഇങ്ങനെ, നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഈ ആളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. വീട്ടു ജോലിക്കായിട്ട് ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട്. അവൾക്ക് സമയത്ത് ശമ്പളം കൊടുക്കുകയില്ലാത്തതുകൊണ്ട് അവൾ സ്ഥിരം നിൽക്കുകയില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് വരും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ചാള, മത്തി ഇല്ലേ, ആ സാധനം വാങ്ങിച്ച് പട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സാധനം ആ സ്ത്രീ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പോയി. കോടികളുടെ ആസ്തിയുള്ള ഈ കഥാപാത്രം വിശന്നപ്പോൾ ഫ്രിഡ്ജ് തുറന്നു, അതിനകത്ത് അല്പം എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ട ചായ എന്ന് പറഞ്ഞു. മനസ്സിലാക്കുക, ഇതാണ് ഈ അന്ധത എന്ന് വെച്ച് പറയുന്നത്. നമ്മുടെ ചിന്തയിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ പുറത്തോട്ടിറങ്ങി ഏതെങ്കിലും ഹോട്ടലിൽ പോയി നന്നായി ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓർക്കുക, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ജീവിതം ഇവിടുന്ന് കടന്നു പോകുവാനുള്ള ചിന്തയും, എനിക്ക് വയസ്സ് ഇത്രയായെന്നും ഇനി എത്ര മുന്നോട്ട് പോയാലും ഇത്ര മാത്രമേ പോകുകയുള്ളൂവെന്നും അതുകൊണ്ട് അല്പം കൂടെ മാന്യമായിട്ട് ജീവിക്കേണ്ടതാണെന്നുള്ള ചിന്ത എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു? പ്രിയപ്പെട്ടവരെ, ഇതാണ് വിഷയം. മനസ്സിലാക്കുക, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായി അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. 3:16 എടുക്കാവൂ. 2 കൊരിന്ത്യർ 3:16. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് വരുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളിതിൻ്റെ ഗൗരവം തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് ദൈവം കൊടുത്ത ദാനങ്ങളെപ്പറ്റി തിരിച്ചറിയാൻ സാധിക്കാതെ കണ്ട് ഇവിടെ തന്നെ ഓർത്ത് നോക്കുക, ആ ചേട്ടൻ്റെ ജീവിത പങ്കാളിയായ കഥാപാത്രം എന്തോ മാനസികമായിട്ട് അവരാകുന്നു. ഓക്കെ, അവൾ സമ്പാദിച്ചതാണ്, അതുകൊണ്ട് അതിലും കൂടുതൽ അവൾക്ക് കൊടുക്കണം എന്ന ചിന്ത എന്തുകൊണ്ടുണ്ടായില്ല? ദൈവം വളർത്തിയ വഴികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിസ്മരിച്ച ശേഷം ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കെല്ലാം മറ്റുള്ളൊരു ഭാരമായി മാറും. അതാണ് ഈശോയുടെ പറഞ്ഞത്, സഹസേവകൻ തനിക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആ തുക തിരിച്ചു കിട്ടുമ്പോഴും ആ വ്യക്തിയെ പീഡിപ്പിച്ച കാര്യവും അവനെ കാരാഗൃഹത്തിൽ കിട്ടും എന്ന സംഭവം ഈശോ പറഞ്ഞതിൻ്റെ എല്ലാം പൊരുളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയാം, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ വിഷയവുമാണ്. ഇവിടെ ഈ കഥാപാത്രം ജീവിതത്തിൽ ആലോചിച്ച് നോക്കി ഒരു പരാജയമായി മാറിയോ ഇല്ലയോ? ജീവിതത്തിൻ്റെ യേശു അവസാന കാലഘട്ടത്തിൽ പോലും അത്യാവശ്യം സന്തോഷവും ആനന്ദവും അനുഭവിച്ച് ജീവിക്കുവാനുള്ള ഒരു വിളിയുണ്ടായിരിക്കെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ത് കുഴപ്പം കൊണ്ടാണ്? ആ മനുഷ്യൻ്റെ സമീപനത്തിൻ്റെ വിഷയമാണ്. അപ്പം അതിനാൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് മറക്കാതിരിക്കുക. പല രൂപതയിൽ ഒരിടവകയിൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി, ഒരു സ്ത്രീയും കല്യാണം കഴിക്കാത്തൊരു കഥാപാത്രമാണ്. വീട്ടിൽ ജോലിച്ചു പോകുകയല്ലാത്ത കൊണ്ട് ഈ സ്ത്രീ ഒരു ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ജോലിയിലായിരുന്ന അവസരത്തിൽ തന്നെ ഒരു ദിവസം ഈ സ്ത്രീ ലോഡ്ജിൽ മരിച്ചു കിടക്കുന്നതായി വിവരം ലഭിച്ചു. അങ്ങനെ ബന്ധപ്പെട്ടവരൊക്കെ അവിടെ ചെന്ന് ഈ പറഞ്ഞ ലോഡ്ജ് പോലീസിൻ്റെ സഹായത്തോടുകൂടി എല്ലാം തുറന്നു നോക്കിയപ്പോൾ ഈ ലേഡി അവിടെ ആ മുറിക്കകത്ത് മരിച്ചു കിടപ്പുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക, ഒന്നുകൂടെ പറഞ്ഞ് കൂട്ടിച്ചേർക്കുകയാണ്. താമസിച്ചെന്ന മുറിയോട് ചേർന്ന്
ബാത്റൂം അറ്റാച്ച്ഡ് ആയിരുന്നില്ല, അത് വേറെയാണ്. ബാത്റൂമിൽ പോകണമെങ്കിൽ പുറത്തോട്ട് പോകണം. കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയ്ക്ക്, അതും സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ബാത്റൂം അറ്റാച്ച്ഡായ ഒരു മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആരും ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീ അങ്ങനൊരു മുറി വാടകയ്ക്കെടുത്തില്ല. കാരണം അതിന് കൂടുതൽ വാടകയാകും എന്നാണ് അവരുടെ ന്യായീകരണം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മുറി തുറന്നപ്പോൾ കാണുന്ന കാഴ്ച വളരെ വികൃതമായ നിലയിൽ മലമൂത്ര വിസർജനം നടത്തി ഇങ്ങനെ ഈ മുറിക്കകത്ത് വളരെ ഹോപ്പ്ലെസ്സായിട്ട് കിടക്കുന്ന ഒരു ശവശരീരമാണ് ബന്ധുക്കൾ കണ്ടത്. ഇനി ഇതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ജീവിച്ചിരിക്കെ ഏതൊക്കെ വ്യക്തികളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്. സഹോദരങ്ങളെ ദ്രോഹിക്കുക മാത്രമല്ല, കൂടെയുള്ള സഹപാഠികളെ ദ്രോഹിക്കുക, അങ്ങനെയുള്ള ഒരുപിടി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു കഥാപാത്രമാണ്. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നതെല്ലാം ശരിയാണ് അതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ. കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്ന ഒരു വേണ്ടാത്ത ചിന്താരീതിയിലേക്ക് വരികയും അത് സ്വയം നിന്നെ കാരാഗ്രഹത്തിലേക്ക് നീ എടുത്തറിയപ്പെടും എന്ന വചനം പോലെ തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. ഇതിങ്ങനെ ഏതായാലും മരിച്ചിടക്കെല്ലാം കഴിഞ്ഞു. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലേഡിയുടെ ഈ ആണ്ട് നടത്തുകയുണ്ടായി. അപ്പോൾ അതിന് ഞാനൊന്ന് പങ്കെടുക്കുവാൻ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ വീടിനോട് ചേർന്ന് അല്പം മാറിയ ഒരു വലിയ പടുതാടെ കീഴിൽ കുറേ ഫർണിച്ചറുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ വീട്ടിലെ അവൻ്റെ ആങ്ങളയോട് ചോദിച്ചു, ഇതെന്നാ ഈ ഫർണിച്ചറൊക്കെ ഈ പടുതാടെ കീഴെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്ന മറുപടി, അത് കേസായി എന്ന് പറഞ്ഞു. കാരണം സഹോദരങ്ങൾ അവരുടെ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബഹളം വെച്ചു, അതിൻ്റെ ഫലമായിട്ട് അത് കേസിലേക്ക് മാറി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇനി കൂട്ടി വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എന്താണ്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിൻ്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലയോ? ഒരു ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ കരുണയുടെ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം കാത്തിരുന്നു. എന്നിൽ നിന്നും നിന്നിൽ നിന്നും കരുണയുടെ പ്രവർത്തനം കാണാൻ വേണ്ടി ദൈവം നോക്കിയിരുന്നു. പക്ഷേ അവിടെ എല്ലാം എന്നിലെ അഹങ്കാരവും സ്വത്തിനോടുള്ള എൻ്റെ ആർത്തിയും ഈ ലോകത്തിൻ്റെ ദേവൻ എൻ്റെ ജീവിതത്തെ കയറി പിടിച്ചു കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്ന ഒരു മിഥ്യാധാരണയിലേക്ക് നമ്മൾ വരികയാണ്. അതാണ് നിൻ്റെ കാഴ്ചയെ അന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ലേഡിക്ക് ജീവിച്ചിരിക്കെ മാസം ഇത്രയും ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സുഭിക്ഷമായും സുഖമായും ജീവിക്കാൻ മേലെ ഞാൻ എന്തിനാണ് ഈ പഞ്ഞ മുറിയിൽ താമസിക്കുന്നത്? ഇത്രയും ഗതിയിട്ട് താമസിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ, കുറച്ചുകൂടെ നല്ല മുറിയിൽ താമസിക്കാമല്ലോ എന്നോ, അതുമല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു അംശം അവർക്കും എല്ലാം കൊടുത്ത് എനിക്ക് ജീവിക്കാമല്ലോ എന്നൊരു ചിന്ത എന്തുകൊണ്ട് വന്നില്ല? അതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ നിങ്ങളുടെ പ്രകാശത്തെ ചൂഷണം ചെയ്തു അന്ധമാക്കിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതാണെന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. അതിനാൽ ഇതിന് ഗൗരവം തിരിച്ചറിയാം. ഇന്നൊരു മാസാദ്യ വെള്ളിയാഴ്ചയാണ്. വീട് നവീകരിച്ചു, എല്ലാം അന്നത്തെ രീതി അനുസരിച്ച് മാർബിളിട്ടു. മാർബിൾ കൊണ്ടെല്ലാം നല്ല വീടെല്ലാം നല്ല മനോഹരമാക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിലെ വല്യമ്മ വീടിൻ്റെ പുറത്തുള്ള മതിലിൽ ഇങ്ങനെ ആഘോഷമായിട്ട് ഇരിക്കുകയാണ്. വഴിയോട് ശരിക്കൂടെ വഴിയുണ്ട്. അപ്പോൾ അതിലെ ആ വല്യമ്മ ആ മതിലേ ഇരിക്കുന്ന അവസരത്തിൽ വഴിയെ ഒരു ഭിക്ഷക്കാരി വന്നു. എന്നിട്ട് ഈ വല്യമ്മയോട് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു,
ഇച്ചിരി കഞ്ഞി തരാവൂന്ന് ചോദിച്ചു. ഉടനെ ഈ വല്യമ്മയുടെ മറുപടി, ഇവിടെ കഞ്ഞി ഒന്നും ഇരിപ്പില്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ ഭിക്ഷക്കാരി ഒന്നുകൂടെ ചോദിച്ചു, എനിക്ക് ദാഹിച്ചിട്ട് പറഞ്ഞതാണ്, അല്പം കഞ്ഞിവെള്ളം കിട്ടിയാലും മതി എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞത് നോവൽ വായിച്ചതിൻ്റെ ഉള്ളടക്കമല്ല, സംഭവിച്ച ഒരു യാഥാർത്ഥ്യം പച്ചയ്ക്ക് അവതരിപ്പിക്കുക. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നീയും ശിക്ഷിക്കപ്പെടും എന്ന വചനത്തിൻ്റെ പൊരുൾ ആഴത്തിൽ പതിയുന്നില്ലെങ്കിൽ ഓർത്തിരിക്കുക, നിനക്കും ഇത് തന്നെയാണ് വരാൻ പോകുന്നതും. അല്പം കഞ്ഞിവെള്ളം തരാമെന്നും ചോദിച്ചു. അതിനിവിടെ ഗോതമ്പ് കഞ്ഞി വെച്ചെന്നോ എന്തോ മറുപടി കൊടുത്തില്ല. ഞാനിത് പറയുന്നത് ആധികാരികമായി പറയാൻ കാരണം ഞാനൊന്നവിടെ വികാരിയാണ്, അതുകൊണ്ടാണ്. ഇടവക മാത്രം നിങ്ങൾ അറിയേണ്ടെന്നേ ഉള്ളൂ. 4ാമത്തെ വെള്ളിയാഴ്ച ഞാൻ കൃത്യം ഓർക്കുന്നു, അല്ല പിറ്റേ ആസാദ്യ വെള്ളിയാഴ്ച ഈ ചേടുത്തി ഈ ഭൂമിത്വനും കടന്നുപോയി. മകൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മച്ചി മരിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ. പിറ്റേ ദിവസം 2 മണിക്കാണ് അടക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. നിങ്ങൾക്കറിയാവോ, രാവിലെ 9:30-10 മണിയായപ്പോൾ ഈ ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ നേരെ പന്തലിലോട്ട് കൊണ്ടുവന്നു. പന്തലിൽ കൊണ്ടുപോയി ബോഡി വെച്ചു. എല്ലാം ഓക്കെ ആക്കി അടക്കെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നെ ഈ 7ാം ചരമദിനവും അങ്ങനെ സംഭവിക്കുകയുണ്ടല്ലോ. അപ്പോൾ ആ അവസരത്തിൽ വണ്ടിയിലിരിക്കുമ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അത് അന്ന് പിറ്റേ ദിവസത്തേക്ക് ഈ ബോഡി കൊണ്ടുവരാൻ കാരണം, അത് ഈ അടക്കിൻ്റെ അന്ന് രാവിലെ കൊണ്ടുവരാൻ കാരണം, തലേദിവസം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് ഞാൻ വെറുതെ ചോദിച്ചു. അപ്പം തന്ന മറുപടി എന്തെന്നറിയാവോ? അച്ഛാ, വീട് മാർബിൾ ഇട്ടിട്ട് 1 മാസം ആയതേ ഉള്ളൂ. തലേദിവസം ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെരയ്ക്കകത്ത് കൊണ്ട് ഈ ബോഡി കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കോളനി എവിടെയുണ്ട്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കണ്ട് വേണ്ടാത്തതെല്ലാം വന്ന് എൻ്റെ വീട് അഴുക്കാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പന്തലിലോട്ട് തന്നെ അമ്മച്ചിയെ കൊണ്ടുപോയി സ്ഥാപിച്ചത്. കൂട്ടി വായിക്കാൻ പറ്റുമെങ്കിൽ കൂട്ടി വായിക്കുക. വീടിന് മുറ്റത്ത് മതിലെ കുത്തിയിരുന്ന അവസരത്തിൽ വീടിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പ്രൗഢിയും കണ്ട് അഹങ്കരിച്ച ആ അമ്മച്ചിയുടെ മനസ്സിലേക്ക് വഴിയെ കടന്നുപോയ ഒരു ധർമ്മക്കാരി ഒരു കഥാപാത്രമായിരുന്നില്ല. അവളൊരു ശല്യമായിരുന്നു, അവളൊരു ബാധ്യതയായിരുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നീ വീട് പണിതതെന്നും നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള വളർച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണെന്നുള്ള കാഴ്ചപ്പാടും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എല്ലാം വിഷയമാണ്. എൻ്റെ അഹങ്കാരം വളർന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെല്ലാം എനിക്ക് ശല്യക്കാരാണ്. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. നിൻ്റെ വീടിൻ്റെ വലിപ്പമോ നീ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ അല്ല ദൈവത്തിന് ആവശ്യം, നിന്നെയാണ്. ആ നിന്നിലെ നന്മയാണ് ദൈവം എപ്പോഴും പ്രതീക്ഷിക്കുക. ഇവിടെ ഓർത്ത് നോക്കുക, അങ്ങനെ നിഷ്കരണം ഒരു ധർമ്മക്കാരിയോട് യാചകിയോട് ക്രൂരമായി പെരുമാറിയ ആ സ്ത്രീ ആ മരിച്ചു കഴിഞ്ഞപ്പോൾ വീടിനകത്ത് കയറ്റാൻ പോലും ആ അപ്പന് അല്ല ആ മകന് അവന് സമ്മതമില്ലായിരുന്നു. അവൻ്റെ പോയിന്റ് ഇതാണ്, വീട് വൃത്തികേടാക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ലോകത്തിൻ്റെ ദേവൻ നിങ്ങളുടെ ഉള്ളിൽ കയറി നിങ്ങളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രകാശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ ഫലമായി എന്തും സംഭവിക്കും. അതിനാൽ ഈ ഒരു കാര്യം ഗൗരവത്തിൽ ചിന്തിക്കുക. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിൻ്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, അതിനാൽ ഏതെങ്കിലും മേഖലയിൽ ദൈവം വളർത്തുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയുടെ മുഖം നഷ്ടപ്പെടുത്തി കളയല്ലേ. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അടയാളങ്ങളാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഇന്ന് ഒരു മാസാദ്യ വെള്ളിയാഴ്ചയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തമിഴ്നാട്ടിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ
ജീവിതാനുഭവം ഞാനിവിടെ നിങ്ങളോടൊപ്പം പറയുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് പഠിക്കുക എൻ്റെ മക്കളെ. എത്രമാത്രമാണ് ഈശോ സ്നേഹിക്കുന്നത് എന്ന് ഒന്ന് തിരിച്ചറിയുക. ലോകത്തിൻ്റെ ബഹളവും അതിൻ്റെ ആർഭാടവുമായി ഓടി നടന്നു ഒരു നല്ല ജീവിതം വെറുതെ കളയരുത്. സംഭവം ഇതാണ്. പള്ളിയോട് ചേർന്ന് ചെറിയ ഒരു ആശുപത്രിയുണ്ട്. ആശുപത്രിയിലെ ആത്മീയ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഏതെങ്കിലും രോഗിക്ക് രോഗിലേപനം കൊടുക്കണമെങ്കിലും വിസ്തർവാന കൊടുക്കണമെങ്കിലും ചാർജായ സിസ്റ്റർ അച്ഛനെ വിളിച്ച് പറയും, അച്ഛാ ഒരു രോഗി ഇവിടെ അത്യാസന്ന നിലയിലാണ്, അച്ഛൻ വന്ന് കുർബാന കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയും. ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഹോസ്പിറ്റലിൽ ചാർജുള്ള സിസ്റ്റർ ഈ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഒരു രോഗി വളരെ അത്യാസന്ന നിലയിലാണ്, അച്ഛൻ വിസ്തർവാന കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ കുർബാന കൊണ്ട് പുറപ്പെട്ടു. നിങ്ങൾക്കറിയാവോ, ഒരു രോഗിയെ ഉള്ളെങ്കിൽ അച്ഛൻ ഒരു കുർബാനയെ കൊണ്ടുപോകുകയുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് നോക്കിയിരിക്കും. അച്ഛൻ ഒരു കുർബാനയുമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് നഴ്സിനോട് ചോദിച്ചു, എവിടെയാണ് ഈ രോഗി? അവിടെ ചെന്ന് ആ രോഗിയെ കുംസാരിപ്പിച്ച് വിസ്തർവാന കൊടുത്ത ശേഷം അച്ഛൻ ഈ കുർബാന കൊടുക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ആ അർലിക്കായി കത്തി ചെറിയ പത്രത്തിനകത്ത് 2 ഓസ്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ ഓർത്ത്, ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഒരു ഓസ്തി എടുത്ത് വെച്ചുള്ളല്ലോ, പിന്നെ 2 ഈശോ എങ്ങനെ വന്നു? അങ്ങനെ ഒരുപാട് നേരം ആലോചിച്ചതായാലും ആ രോഗിക്ക് കൊടുത്ത ശേഷം ഈ അച്ഛൻ ഞാൻ നേഴ്സിനോട് പോയി ചോദിച്ചു, ഇവിടെ വേറെ ആരെങ്കിലും അത്യാസന്ന നിലയിൽ കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ നേഴ്സ് പറഞ്ഞു, എൻ്റെ അറിവിൽ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ അച്ഛ. നിങ്ങളൊന്നുകൂടെ നോക്കുക, എവിടെയെങ്കിലും തീർത്തും അത്യാസനായിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു, ആ വരാന്തയിൽ ഒരു യാചകൻ വന്നിങ്ങനെ കിടക്കുന്നത് കൊണ്ട് വളരെ മോശം, ഞാൻ ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ, വളരെ മോശമായ നിലയിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നൊരു കമൻറ്റ് പറഞ്ഞു. ഈ അച്ഛൻ ആ യാചകനായി വരാന്തയിൽ കിടക്കുന്ന ആ ആളുടെ അടുത്ത് പോയി മുട്ടുകുത്തുന്ന് ചോദിച്ചു, കത്തോലിക്കനാണോ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഒന്നും മൂളി. അപ്പോൾ അച്ഛൻ അമിതമായൊരു ആഗ്രഹം, ഈ വ്യക്തിയെ ഒന്ന് കുംസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കണമല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉടനെ അച്ഛൻ എങ്ങനെയാണ് ഇയാളെ ഒന്ന് കുംസാരിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചു. എന്നിട്ട് ഈ വ്യക്തിയുടെ ചെവിയിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ അത്യാവശ്യം സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ പാപങ്ങളുടെ പേരുകൾ പറയും. ഞാൻ എൻ്റെ വിരൽ താങ്കളുടെ കൈക്കുള്ളിലോട്ട് അമർത്തി വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ ഏതെങ്കിലും പാപം പറയുമ്പോൾ ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വിരലെ മുറുകെ പിടിക്കുക. കാരണം സംസാരിക്കാൻ പ്രാപ്തിയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് അച്ഛൻ ഈ രീതി എടുത്തത്. അങ്ങനെ അച്ഛന് സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ പാപങ്ങളുടെ പേരെല്ലാം പറഞ്ഞു. അങ്ങനെ അയാൾ ചില പാവങ്ങൾ പറയും മുറുകെ പിടിക്കുകയും ചില പിടിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ കുംസാരിപ്പിച്ച ശേഷം അച്ഛൻ വിസ്തർവാന എടുത്ത് ഈ യാചകനായ വ്യക്തിയുടെ വായിലേക്ക് വയ്ക്കാൻ നേരത്താണ് അച്ഛൻ ഒരു കാര്യം മനസ്സിലായത്. അങ്ങേരുടെ വായിലെ തുപ്പൽ തൻ്റെ കയ്യിൽ പറ്റാതിരിക്കാൻ അച്ഛൻ മാക്സിമം ശ്രമിച്ചു. അത്ര വൃത്തികേടായിരുന്നു വാ. അപ്പോഴും അച്ഛനുണ്ടായ ഒരു ബോധ്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ കയ്യിൽ അല്പം തുപ്പൽ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ സിദ്ധിക്കുന്നുവെങ്കിൽ ആ വിസ്തർവാനിൽ യേശു സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ഈശോയ്ക്ക് ആ തുപ്പലൊരു ഒരു പ്രശ്നമല്ല. എൻ്റെ കയ്യിൽ പറ്റുന്നത് എനിക്ക് വലിയ നൊമ്പരമായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വായിലോട്ട് കൊടുക്കുന്ന ഈശോയ്ക്ക് അതൊരു വിഷയമല്ല. ഈശോയുടെ ദേഹം മുഴുവനും തുപ്പലാകുകയാണ്.
അത് ഈശോയ്ക്ക് വിഷയമല്ലല്ലോ എന്നൊരു ചിന്ത ഈ വ്യക്തിയെ സ്വാധീനിച്ചു എന്ന് അച്ഛൻ പ്രത്യേകം എഴുതി ചേർക്കുകയാണ്. ഈശോയുടെ കരുണയുടെ മുഖം മനസ്സിലാക്കി. അങ്ങനെ കുർബാനയ്ക്ക് കൊടുത്തു. കുർബാനയ്ക്ക് കൊടുത്ത ശേഷം ഈ വ്യക്തി കുർബാനയ്ക്ക് കൊടുത്ത ശേഷം അച്ഛൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ രോഗികളെ അന്വേഷിക്കാൻ വേണ്ടി അച്ഛൻ വന്നപ്പോൾ ഈ നഴ്സിനോട് ചോദിച്ചു, ഇന്നലെ രോഗി ലേവനം കൊടുത്ത കുർബാന കൊടുത്ത രോഗികളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന ആൾ ബെറ്ററായിട്ട് പോകുന്നു, പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ലെന്ന് പറഞ്ഞു. വരാന്തയിലെ ആളോന്ന് ചോദിച്ചാൽ ഞാൻ പോയി നോക്കിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ പോയി നോക്കാൻ പറഞ്ഞു. അച്ഛനും ഈ നേഴ്സും കൂടി അവിടെ ചെന്നപ്പോൾ ഈ വ്യക്തിയോട് മരിച്ചു കിടപ്പുണ്ട്. ഉടനെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ യാചകൻ്റെ ഭാര്യ ഓടി വന്നു. എന്നിട്ട് മരിച്ചുവെന്ന് കേട്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരച്ചിലും ബഹളവും എല്ലാം തുടങ്ങി. ആ അവസരത്തിൽ അച്ഛൻ ഒരു കമൻ്റ് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഒരു ഭാഗ്യപ്പെട്ട മനുഷ്യനാണ്. ഇന്നലെ കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുത്തു ഒരുക്കിയാണ് ഞാനിങ്ങനെ ദൈവത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാചകൻ്റെ ഭാര്യ പറയുകയാണ്, ആശുപത്രി വരാന്തയിൽ കടന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഈശോയെ സ്വീകരിച്ചു കൊണ്ട് മാത്രമേ മരിക്കുകയുള്ളൂവെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും എവിടെങ്കിലും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വിശ്വവാനം സ്വീകരിച്ച ശേഷം മാത്രമേ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരെയും നിസാരരായി കാണല്ലേ, ആരെയും നിസാരരായി കാണല്ലേ. നിങ്ങൾ ഓർത്ത് നോക്കുക, ദൈവത്തിൻ്റെ കരുണയുടെ മുഖത്തിൻ്റെ ആഴ ഓർത്ത് നോക്കുക. അത്രമാത്രം ജീവിതത്തിൽ ഈശോയെ സ്നേഹിച്ച ഒരു കഥാപാത്രത്തെ ഈശോ എങ്ങനെയാണ് താങ്ങിയതെന്ന് നോക്കുക. രണ്ടോസ്തി അച്ഛൻ അറിയാതെ ആ കുഞ്ഞ് അല്ലിക്കകത്ത് ക്രമീകരിച്ചു. രോഗിയില്ലെങ്കിൽ ഇല്ല, തിരിച്ചു പോയേക്കാമെന്ന് കരുതി അച്ഛൻ അവിടെ നിൽക്കുകയാണ്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരുണയുടെ മുഖമെന്ന് പറയുന്നത്. വീണ്ടും അതിനുശേഷം കുമ്പസാരിപ്പിക്കാനുള്ള ഒരു വഴി കണ്ടെത്തുന്നു, കുമ്പസാരിപ്പിക്കുന്നു. അങ്ങനെ ഈശോയെ ആ വ്യക്തിയുടെ വായിലേക്ക് കൊടുക്കുന്നു. ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഈശോയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട്, ആഗ്രഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുവാനുള്ള വലിയ വിളി ലഭിച്ചത് ആരുടെ മുഖമാണ്? ദൈവത്തിൻ്റെ കരുണയുടെ മുഖം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ മുഖം തിരിച്ചറിയാൻ പഠിക്കുക. ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. 30 ഏക്കറിന് മുകളിൽ സ്ഥലമുള്ള മിച്ചഭൂമിയുടെ നിയമം വന്ന അവസരത്തിൽ ഗവൺമെൻറ് നിർബന്ധമായി 10-15 ഏക്കർ പിടിച്ചെടുത്തു. എനിക്കറിയാവുന്നൊരു കഥയൊക്കെ പറയാം. അപ്പനും അമ്മയും മാത്രം, ഒരു മകനുണ്ട്, അവൻ കുറച്ച് ദൂരെ താമസിക്കുന്നു, വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ 2 പേര് മാത്രം താമസിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഞാൻ പോകുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ ഒരു കിലോ കപ്പയും തൂക്കിപ്പിടിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. പച്ചക്കപ്പയും തൂക്കിപ്പിടിച്ചോണ്ട്. ഉടനെ ഞാൻ ഈ സാറിനോട് ചോദിച്ചു, സാറിനോട് ചോദിച്ചു, ഇതെവിടുന്ന് കപ്പയായിട്ട് വരുന്നതെന്ന് ചോദിച്ചു. ആ കപ്പ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോയതാണെന്ന് പറഞ്ഞു. എന്നാൽ ഓട്ടോ പിടിച്ചങ്ങ് പോകാമല്ലെന്ന് ഞാൻ വെറുതെ ചോദിച്ചു. ഓട്ടോ പിടിക്കാൻ പോയാൽ കൂടുതൽ പൈസയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ഏറ്റവും അവസാനം വരെ ആർക്ക് വേണ്ടെന്ന് അറിയത്തില്ലാതെ ലുബ്ധിച്ച് നിരാശപ്പെട്ട് മരിച്ചു. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് 35-40 ഏക്കർ സ്ഥലമുണ്ട്, എനിക്കറിയാം. അത്രയും സ്ഥലം മുഴുവനും കാട് പിടിച്ച് കിടപ്പുണ്ട്.
ഒരാൾ നോക്കാനില്ല. നാട്ടുകാർക്കെല്ലാം വേണേൽ കന്നേല് തീറ്റാം, അതങ്ങനെ കിടക്കുന്നു. ആ മരിച്ച ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തി കൊടുത്തിട്ട് അത് തിരിച്ചറിയാൻ സാധിക്കാതെ കണ്ട് ഈ ലോകത്തിൻ്റെ ദേവൻ അവർ ജീവിതത്തിൽ സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ, എന്നെ അന്ധമാക്കി കഴിഞ്ഞപ്പോൾ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ തെറ്റിൻ്റെ പിറകെ പോവുകയും അങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന എത്രയോ വ്യക്തികളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് അത്ഭുതവും സങ്കടവും എല്ലാം തോന്നാറുണ്ട്. എന്തിനാണ് ഇതുപോലെയുള്ള ഈ ദാരിദ്ര്യം കാണിക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്തുകൊണ്ട് മാന്യമായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ അവസരവും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പൊരുൾ ഇവിടെയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശപിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദര സഹോദരി, നീ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ അനന്തമായ പരിപാലന നമുക്ക് കാണാനേ സാധിക്കൂ. ആ ബോധ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നൊമ്പരപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നീ സഹായിച്ചിരിക്കും. അത് ഏത് രീതിയിലായാലും സഹായിച്ചിരിക്കും. ചുമ്മാ വേണേ കൂട്ടി വായിച്ച് നോക്കി. ഇപ്പോൾ ആ കടന്നുപോയ സാറ്, ആ ആത്മാവിൻ്റെ ഒറ്റ നൊമ്പരമെന്ന് പറയുന്നത്, എൻ്റെ ചുറ്റുപാടും ഭവനമില്ലാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ടായിരുന്നു. അവരെയെല്ലാം ഞാൻ അവഗണിച്ച്, അവരെയെല്ലാം ഞാൻ മാറ്റി നിർത്തി ഞാൻ ജീവിച്ചു. ഇപ്പോൾ ഇതെല്ലാം ഈ സ്ഥലമെല്ലാം ആർക്കും വേണ്ടാതെ വെറുതെ കിടന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ പിറകിൽ എൻ്റെ ദുസ്സാക്ഷി സ്വഭാവവും കർത്താവിന് കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കാതെ വന്നതുമാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ 2 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1, പ്രപഞ്ചത്തെ നോക്കി കർത്താവിൻ്റെ എൻ്റെ നേരെയുള്ള സ്നേഹം തിരിച്ചറിയാൻ നിങ്ങൾ പഠിക്കുക. നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ്. 2, വിശുദ്ധകുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആഗ്രഹത്തോടുകൂടി ഈശോയെ സ്വീകരിക്കുക. ആ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുവാനായി കിട്ടുന്ന ഓരോ അവസരത്തിൻ്റെയും വില തിരിച്ചറി. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സക്രാരി കാത്തിരിക്കുന്ന ഈശോയുടെ ആ ചിന്തയും ചിത്രവും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ വിജയിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് നിനക്ക് ജീവിതത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായ നിമിഷമായി എന്ന് നീ നേടിയെടുക്കുന്നുവോ അന്ന് നീ ജീവിതത്തിൽ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ ഉറക്കം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള എല്ലാ വ്യാപാരങ്ങളുടെ ഇടയിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത് എനിക്കെൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങളാണ്. അതിലേക്ക് വളർന്നിട്ടുള്ള ഒരു വ്യക്തിയും ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അവൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ട്. അവൻ കുടുംബത്തിനൊരു മുതൽക്കൂട്ടാണ്, ഇടവകയ്ക്കൊരു വലിയ മുതൽക്കൂട്ടാണ്, സഭയ്ക്കൊരു വലിയ ആസ്തിയാണ്. ആ പ്രാർത്ഥനാ ചൈതന്യവും രീതിയും ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടും. അതിൻ്റെയും പൊരുളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് കണ്ണുകളടയ്ക്കാവൂ പ്ലീസ്. കൈകളൊന്ന് കുപ്പിപ്പിടിക്കുന്നത് നിന്നെ തന്നെ നീ ഒന്ന് എളിമപ്പെടുത്തുന്നതിൻ്റെ അടയാളമായി തിരിച്ചറിയുക. കാരണം ഇന്നെൻ്റെ കൈക്ക് ബലമുണ്ടെങ്കിൽ കർത്താവ് കരുണ കാണിച്ചത് കൊണ്ടാണ്. കൈ പൊക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് പറയുന്ന രോഗികളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറക്കരുത്.
രണ്ട് കാലം നിലത്ത് നിന്ന് ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റാതെ നിൽക്കുന്ന അനേക കാര്യങ്ങളുടെ ഇടയിലാണ് നീ ജീവിക്കുന്നത് എന്ന് മറക്കരുത്. നിനക്ക് നല്ല കാഴ്ചയുണ്ടെങ്കിൽ ഈ പുറമെ ഇന്ന് രാത്രിയാണോ പകലാണോ എന്ന് അറിയാൻ മേലാതെ ജീവിക്കുന്ന അനേക മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നീ വിസ്മരിക്കരുത്. അതിനാൽ ഈ പ്രാർത്ഥന സ്നേഹപൂർവ്വം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. എൻ്റെ നല്ല ഈശോയെ, ഈ ആലയത്തിൽ ഒന്നിച്ചേർന്ന് ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ മാസാദ്യ വെള്ളിയാഴ്ച അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹനം ഏറ്റെടുത്ത ആ വെള്ളിയാഴ്ചയുടെ അനുസ്മരണമായ ഈ ദിവസം ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും തീർത്തും ഭാവിയായി എന്നെ നീ വിളിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, അങ്ങയുടെ കരുണയുടെ മുഖം തിരിച്ചറിയാൻ സാധിക്കാതെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണയിൽ ഞാൻ അടഞ്ഞിരിക്കുന്ന മുഖംമൂടി മാറ്റി അങ്ങേ എൻ്റെ സത്യ വെളിച്ചമായി സ്വീകരിച്ച് ജീവിതത്തിൽ ആയുസ് ഉള്ളിടത്തോളം കർത്താവിൻ്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള വിവേകവും അറിവും പക്വതയും നൽകി ഈ പാപിയെ നീ വിശദീകരിക്കണമേ. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമായി, ഇടവകയുടെ ഒരു വലിയ പ്രത്യാശയായി, ഈ നാടിൻ്റെ വലിയ പ്രതീക്ഷയായി വളരുവാൻ അവിടുന്ന് എന്നെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ നന്മ കാണുകയും ചെയ്യുന്ന എല്ലാവരെയും, അകലെയും അടുത്തു വാരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെയും രോഗികളായ എല്ലാവരെയും അവിടുത്തെ ആശീർവാദത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഏത് നിയോഗം വെച്ച് ഞാൻ രാവിലെ ഇറങ്ങി പുറപ്പെട്ടുവോ ആ നിയോഗം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, അനുഗ്രഹിക്കണമേ. അമ്മയും മാതാവേ സഹായിക്കണമേ. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിക്കട്ടെ. താങ്ക് യു.